Good afternoon. Okay, then say good afternoon. Good afternoon, ma'am. Okay, good afternoon, Fastana. മിസ് നേരത്തെ വന്നോ? എന്താണ്? നേരത്തെ വന്ന് ജോയിൻ ചെയ്തോന്ന്? മിസ് ഷാർപ്പ് ടൈമാണ്, നമ്മളാണ് നമ്മളെ ലേറ്റ് ആയത്. മിസ് ഷാർപ്പ് ടൈം. മിസ് വളരെ പങ്ക്ച്വൽ ആണ്. കറക്റ്റ് 1:30 1:30. അത് ഇപ്പറില്ല. 1:30 ഓപ്പൺ ചെയ്ത മിസ് ഉണ്ട്. ഇപ്പൊ 1:31 ആയുള്ളൂ. മിസ്സിന് എന്താ കുറഞ്ഞില്ലേ? ഇന്നും വന്നില്ല? ഇല്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ, നെർലിൻ, നന്ദിനി, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. മിസ്സിന് കുറവായിട്ടുണ്ട്. മിസ് മിക്കവാറും നാളെ തൊട്ട് ജോയിൻ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഡ്രോപ്പിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. ഓക്കെ ആശ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾക്ക് എന്ന് പറയുമ്പോ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയില്ല. ശരിക്കും തിങ്കളാഴ്ചയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ ത്രോട്ട് ശരിക്കും ഒരു ഭയങ്കര പെയിനായി തുടങ്ങും. അങ്ങനെ മാറും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ ഈ പറയുന്ന HRM ഒക്കെ എടുക്കുമ്പോഴേ ഓക്കെ ഷമീർ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെടുക്കുമ്പോ നമുക്ക് നിങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ അധികം വരവില്ലല്ലോ. നമ്മള് ക്ലാസ് ഇങ്ങനെ ഹോൾ മ്യൂട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ദിവസമൊക്കെ 3-2 അവറൊക്കെ വരുമ്പോ അടുപ്പിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴേ അവസാന ത്രോട്ടിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. തിങ്കളാഴ്ച നമ്മൾ ഫ്രഷ് ആയിട്ട് തുടങ്ങും. പക്ഷെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ശരിക്കും ഭയങ്കര ക്ഷീണം. അങ്ങനെ മിസ്സിന് ചെറിയ ബുദ്ധിമുട്ട് വന്നു, ശബ്ദമൊക്കെ പോയായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ ആയിട്ടുണ്ട്. നാളെ തൊട്ട് ജോയിൻ ചെയ്യുമായിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഓക്കെ ശ്രുതി, ഗുഡ് ആഫ്റ്റർനൂൺ. നോമ്പൊക്കെ എങ്ങനെ പോണോ? ഫർസാന, ഇങ്ങനെയൊക്കെ പോന്നു നോമ്പ്? തൻസി, നോമ്പ് കഴിഞ്ഞ ദിവസം വരെയും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ നല്ല ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല പാടായിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പോകെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷെ അതും ആ ഒരു ഇതും സ്ട്രഗ്ലിങ്ങും തരണം ചെയ്തിട്ട് പോണവരുടെ സക്സസ് ആവുന്നൊക്കെ പറയില്ലേ. അതെ തന്നെ. അതുകൊണ്ട് വെള്ളം കുടിക്കൽ കുറവായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, ഡീഹൈഡ്രേഷൻ എല്ലാ പരിപാടിയും ഉണ്ട്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ കുറച്ച് ടൈം കിട്ടുമ്പോൾ നമുക്ക് നോർമലി കുടിക്കുന്ന വാട്ടർ ലെവലിലേക്ക് എന്തായാലും കുടിച്ചെത്താൻ പറ്റില്ല. നമുക്ക് ആകെ കുറച്ച് ടൈമല്ലേ ഉണ്ടാവുള്ളൂ. സോ അത് ബാധിക്കും ബോഡീനെ. അത് വേറെ കുഴപ്പമില്ല. എക്സോസ്റ്റ് ആവുന്നുണ്ട് ഇന്നലെ മുതല്. ആരാണ്? അഞ്ജന മിസ് കഴിച്ചോ? കഴിച്ചോട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ആശ, ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഓക്കെ പ്രസീത, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രസീത, സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. വിദ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഷി, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. ഇന്ന് പ്രശ്നമുണ്ടോ? ഓക്കെ, തീർന്നിട്ടില്ല അല്ലെ? ദുബായ് എയർപോർട്ടൊക്കെ അടച്ചല്ലോ. ദുബായ് എയർപോർട്ടൊക്കെ അടച്ചെന്ന് കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിരുന്നു. ഓക്കെ പ്രീതി, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 32 പേർക്ക് പരിക്ക് പറ്റിയോ? ശരി. ആക്ച്വലി GCC കൺട്രിയിലെ എയർപോർട്ടുകളെല്ലാം തന്നെ ക്ലോസ്. സൗദി മാത്രം ഓപ്പൺ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സൗദി മാത്രം അല്ലേ? ഓക്കെ. ഓക്കെ മുഹമ്മദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതൊരു 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ഓ ശരി. ഇത് വല്ലോണം അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെ വാർഡ് ചെറുതായിട്ട് എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പൊ കുക്കിംഗ് ഗ്യാസിനും പെട്രോളിയത്തിന്റെ ഒക്കെ കുറവ് വന്നു തുടങ്ങും ഇപ്പൊ തന്നെ. അതെ. നമ്മളെ ബാധിക്കും, ഭയങ്കരമായിട്ട് ബാധിക്കും ബാധിക്കും. ബാധിക്കുന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വാർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ നമ്മൾ ശരിക്കും ബാധിക്കും. അതെ അതായിട്ട് വിലക്കയറ്റം ഒക്കെ വരും നമുക്കിനി. വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കാൻ അവരെ കുറിച്ച് പറഞ്ഞാൽ അതേ ആശയം തന്നെ. ഞങ്ങളിപ്പം ചെറുത്താനും കടലിനും നടുവിലാ ഉള്ളത്. ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാത്തിനും വില കൂടും. പെട്രോള്, ഡീസല് ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. പിന്നെ അല്ലാണ്ടും ബുദ്ധിമുട്ടും നമ്മള്. ഓക്കെ പ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോ അതിങ്ങനെ ആലോചിക്കായിരുന്നു. ഞാന് വണ്ടി ഇപ്പൊ 2 വീലർ ഓടിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. എനിക്ക് നല്ലൊരു പെട്രോൾ പൈസ വരും. അയ്യോ, ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ സൈക്കിൾ ഓടിച്ച് വരാനിട്ട് പറ്റൂല. അത്രയും ദൂരല്ല, കുറച്ച് ദൂരം ഉണ്ടേ. സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ വരായിരുന്നു. പെട്രോൾ മാറ്റി ഇലക്ട്രിക് സ്കൂട്ടി ആക്കിക്കോ. തൽക്കാലം കറണ്ട് കേരളത്തിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതെങ്കിലും കേരളത്തിൽ സ്വന്തമായിട്ട് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അത് ശരി. ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കാൻ. അതിലും പിശുക്ക് വരാൻ തുടങ്ങി തവരസാന. അതും ഇപ്പം ലോഡ് ഷെഡിങ് വരുവാന്നൊക്കെ പറയുന്നത്. ലോഡ് ഷെഡിങ് വരുന്നുണ്ട്. ഇന്നലെ ഒന്നും ഇവിടെ പകല് ഫുൾ ടൈം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഫാനിട്ടിട്ട് ആലോചിക്കുന്നുണ്ട്, പഠിച്ചവന് ഇൻവേർട്ടറിന്റെ ചാർജോടെ തീർന്ന് ഈ ചൂടത്ത് എങ്ങനെ ഇരിക്കുന്നത്. 5 മണിക്കാ കറണ്ട്. അതായത് ചൂട് അതിന്റെ ഇടയിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പറയാനില്ല. ഞാനിപ്പോ ഞാൻ ആലോചിക്കും, നമുക്കിനിപ്പോ കിട്ടുന്ന പൈസ ഒന്നിനും തികയാണ്ട് വരെ ഈ വിലയും ഇതൊക്കെ കൂടി പെട്രോളും ഡീസലൊക്കെ ചെയ്യാമോ. ഞാനിങ്ങനെ ആലോചിച്ചു, സൈക്കിള് ആകുമ്പോൾ നല്ലത്. അപ്പൊ നമുക്കൊരു എക്സസൈസ് ആവും. പക്ഷെ എനിക്ക് അത്രയും പോലെ നല്ല ദൂരമുണ്ട്. എത്ര ദൂരം എന്ന് വെച്ചാൽ സൈക്കിൾ ഓടിച്ച് വരണേ. അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിയാവുന്ന പ്രതീക്ഷിക്കാൻ പറ്റും. ഫുൾ ടാങ്ക് അടിക്കാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഉദ്യോഗത്തിൽ വരുന്നത്. ഞാന്ന് വെച്ചാൽ നെടുമ്പാശ്ശേരിയിലാണ് എന്റെ വീട്. അപ്പൊ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ മറ്റേ നമ്മുടെ കമ്പനി നേരിട്ട് നടത്തുന്ന മറ്റേ ഇതിന്റെ റിയൽ ആയിട്ടുള്ള പെട്രോൾ ഉണ്ട് അവിടെ ആ ഭാഗത്തായിട്ട്. ഡയറക്റ്റ് ഇടനിലക്കാരില്ലാത്ത ഡയറക്റ്റ് തന്നെ പെട്രോൾ. അതെ. അപ്പൊ കമ്പനി നേരിട്ട് നടത്തുന്നതുകൊണ്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാതായിരിക്കും. അപ്പൊ അത് വെച്ച് അല്ലാതെ ഞാൻ ലോക്കൽ സ്ഥലത്ത് പെട്രോൾ അടിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നങ്ങളാണ്. പെട്രോൾ അത്ര ക്ലീൻ അല്ല. പക്ഷെ ഇത് കമ്പനി നേരിട്ട് നടത്തുന്ന കാരണമുണ്ട് നല്ല പെട്രോൾ കിട്ടും. ഇന്ന് രാവിലെ കൂടെ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചതാണ്. എന്റെ വണ്ടി ഫസ്റ്റീനാണ്. അതിന് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഞാനൊരു ദിവസം 30 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. അങ്ങോട്ട് 15 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലോട്ട് ഇവിടുന്ന് ദൂരം. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി വരുമ്പോ ഒരു ദിവസം ഞാൻ 30 കിലോമീറ്റർ പോകുന്നുണ്ട്. പെട്ടെന്ന് തീരുമല്ലോ. പെട്ടെന്ന് തീരും എന്നുള്ള കുഴപ്പം. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പച്ചക്കറി വാങ്ങാൻ ഒരു വണ്ടി അലോഡ് ചെയ്യാൻ പറയാം. അതാകുമ്പോഴത്തെ എല്ലാ സ്റ്റാഫുകൾക്കും വീട്ടിൽ വന്ന് വിളിച്ച് കൊണ്ടുവന്ന് സ്കൂൾ ബസ് പോലെ. പറയാൻ മാത്രമല്ല, നമുക്കതൊക്കെ പറയാൻ ആവശ്യമുള്ളൂ. പറയാൻ കേൾക്കാൻ തന്നതൊക്കെ. അപ്പൊ ഞങ്ങള് വഴിയെങ്കിലും മിസ് സ്മാർട്ട് ശ്രീ കേക്കട്ടെ അതൊക്കെ. ഞങ്ങളുടെ കയ്യിൽ ഫുൾ വെറൈറ്റി ഐഡിയാസ് ആണ്. പറയാം സാറിന്. ഉള്ള സാലറി കൂടെ കട്ടാവും. അത് തന്നെ വെച്ചാൽ ഓക്കെ. അപ്പൊ ശരി, നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം കേട്ടാ. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ആക്ടുകൾ അല്ലെ, ആക്ടുകൾ നമ്മൾ തുടങ്ങി വെച്ചിരുന്ന ഹരിതേനെ കണ്ടില്ല, ഷാനി ഫിറോസിനെ കണ്ടില്ല, അവിടെ കയറിയിട്ട് ക്ലാസ്സില്. ഷാനി മോളുടെ ഹോസ്പിറ്റലിൽ പോയിക്കോ, വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല മാം. ആണോ? കൊച്ചിനെ സുഖമില്ലാണ്ടാണോ? മോനെന്തോ കുഴഞ്ഞു വീഴ അങ്ങനെ എന്തോ പറഞ്ഞു നന്ദിനി. ആണോ? അത് ശരി. കുഴഞ്ഞു വീഴുമല്ല, കൊച്ച് നടക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ മറിഞ്ഞു വീഴുന്ന പോലെ 2-3 പ്രാവശ്യം അങ്ങനെ വീണ്. അപ്പൊ ഞാനും അവളും കൂടി സംസാരിച്ചോണ്ടിരുന്ന ഇടയ്ക്കായിരുന്നു ആ കൊച്ചിങ്ങനെ കാണിച്ചത്. അപ്പൊ അവർക്ക് പേടി. പിന്നെ ഇവള് എഴുന്നേപ്പിച്ച് ഒന്ന് ഓടിക്കാൻ ശ്രമിച്ചിട്ട് പുറകെ ഓടി വന്ന പാടെ ആ കൊച്ചു എങ്ങോട്ട് പിന്നെയും വീണിട്ട് നന്നായിട്ട് എവിടെയോ ഇടിച്ചിട്ടുണ്ട്. കൊച്ചു കിടന്ന് നല്ല കാർച്ചയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ. അവള് കരഞ്ഞോണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തതും. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് തൻസി എന്നെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പം
തനിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒബ്സർവേഷനിലാണ്, കുഴപ്പമൊന്നും ഇല്ല, ഒബ്സർവേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല. ക്ലാസ്സിൽ കയറുന്ന തൊട്ട് മുന്നേ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ അവൾ എടുക്കുന്നില്ല. എന്താ മിസ്സേ? കൊച്ചിന് എത്ര വയസ്സുണ്ട്? കൊച്ചിന് 2.25 വയസ്സുണ്ട്. 2.25. 2 വയസ്സ് കഴിഞ്ഞു. ഓ ശരി ശരി. എന്തൊക്കെയാവോ നോക്കാം, എന്തായാലും നിങ്ങൾ വിളിച്ചു നോക്കൂട്ടോ. അപ്പൊ അല്ല, ആള് ബേബി എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഓടി നടന്ന് നല്ല വികൃതി എടുക്കുന്ന നല്ല ബേബിയാണ്. അവർക്ക് നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന 2 വയസ്സാണെങ്കിലും അതേന്നെ, ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല ബേബിയാക്ക്. കുക്കറുമായിട്ട് ഇരുന്നപ്പം ഇവള് ഇങ്ങനെ പെട്ടെന്ന് കൊച്ചു ഫുഡ് ചോദിച്ചു. ഫുഡ് കൊടുക്കാൻ ചെന്നപ്പം അവൻ കുക്കറുമായിട്ട് എഴുന്നേറ്റപ്പോ ഒന്ന് മറിഞ്ഞു വീണ്. അപ്പൊ ഇവളോർത്ത് ആ വെയിറ്റ് അല്ലേ, കുക്കറിന് വെയിറ്റ് ആയതുകൊണ്ട് അവൻ വീണായിരിക്കും ഓർത്ത്. പിന്നെ ഫുഡ് മേടിക്കാൻ വരുമ്പോഴല്ല ഈ കൊച്ചു വീണിട്ടാ എഴുന്നേക്കുന്നു, പിന്നെയും വീഴുന്നു, ഇതുപോലെ ആയിരുന്നു. അപ്പൊ ഇവക്കൊരു സംശയം തോന്നിയിട്ട് തേങ്ങ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞ് ചുമ്മാ പറയുന്ന അവള് അതിപ്പോ ഒന്ന് എടുപ്പിക്കാനായിട്ട്. അപ്പൊ അവൻ എഴുന്നേറ്റ് നടക്കുമ്പോഴും പിന്നെയും വീഴുക. അപ്പൊ ഒന്ന് ഓടി ഉമ്മിനെ പിടിക്കുന്നു പറഞ്ഞു ഇവള് ഓടി കളിക്കുമ്പോ അവൻ പുറകെ ഓടാനായിട്ട് ശ്രമിച്ചപ്പം കണ്ട് എങ്ങാണ്ട് നന്നായിട്ട് വീണ് എവിടെ ഇടിച്ച്. അപ്പൊ അതോടുകൂടി അവള് അങ്ങ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ കുഴപ്പമൊന്നുമില്ലാന്നല്ലേ പറഞ്ഞത്? അതെ മിസ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒബ്സർവേഷനിൽ കുറച്ചു നേരം കിടത്താനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ശരി ശരി ശരി. എന്ത് പറ്റിയാകോ? ചിലപ്പോ ഇനിയിപ്പോ ഈ ചൂടിന്റെ അങ്ങനെ എന്തെങ്കിലും ആവോ, ഉള്ളില് വല്ല പനിയുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോ കുഞ്ഞുങ്ങൾക്കാണ് സംഭവിക്കാനാണ്. അങ്ങനെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. എന്റെ മോൾക്ക് ഇതുപോലെ പറ്റിയിട്ടില്ല. എന്റെ മോളൊരു 12 വയസ്സായി അവർക്ക്. ഇതുപോലെ അവളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു ഭരതനാട്യത്തില്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവളെ അമ്പലത്തില് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം തൊട്ടടുത്തൊരു ഹനുമാൻ കോവില് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ജോലിക്ക് വന്നേക്കായിരുന്നു. ഞാൻ അമ്മയുടെ കൂടെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മേക്കപ്പ് ചെയ്യണതിന്റെ ഇടയിൽ പെട്ടെന്നാരും മേക്കപ്പ് ഇങ്ങനെ മുടിയിട്ടിക്കൊണ്ടിരിക്കുക, പുള്ളിക്കാരിങ്ങനെ നേരെ ഫ്രണ്ടിലോട്ട് ഒരൊറ്റ വീഴ്ച. ആ വീഴ്ചയില് അവളുടെ ആ പല്ല് നേരെ ചെന്ന് പല്ലിടിച്ചവള് വീണ്. ഞാനന്ന് ഇവളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ജോലി കഴിഞ്ഞിട്ട് അവിടേക്ക് പോവാൻ നിൽക്കുന്നു. അപ്പൊ ഞാന് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചപ്പോ അവളുടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാൻ വിളിക്കുമ്പോഴൊന്നും അവര് ഫോണെടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയില്ല. പിന്നെ വീട് കാര്യം പറഞ്ഞു, എനിക്ക് കേട്ട് കഴിയുമ്പോൾ ടെൻഷൻ ആവുമല്ലോ നോക്കിട്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് എത്തിയിട്ടും ഇവര് ഞാൻ പറഞ്ഞ റെഡി വരാണ്ട് കേട്ടോ, അങ്ങോട്ട് വരാണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒന്നും. അപ്പോഴാണ് പറഞ്ഞത് ഇപ്പൊ വരണ്ടാവുന്നത്. എനിക്ക് എന്ത് വിഷമം തോന്നി. എന്ത് പറ്റിയെന്ന് വെച്ചിട്ടാണ് അവളിങ്ങനെ വീഴാന്ന് പറഞ്ഞത്. വീണപ്പോ അവിടെ കൂടെ ഉണ്ടായിരുന്ന വേറെ കുട്ടികളുടെ പാരന്റ്സ് അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അപ്പൊ തന്നെ എല്ലാത്തിലും കൊണ്ടുപോയി. ഇപ്പൊ പല്ലിടിച്ചങ്ങ് വീണോളൂ. ഇതുപോലെ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ ഉള്ളിൽ പനി ഉണ്ടായിരുന്നു. പനി നമുക്ക് പുറത്തേക്ക് അറിയില്ലായിരുന്നില്ല. പെട്ടെന്ന് ഈ കുട്ടി ഇങ്ങനെ വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പല്ലിടിച്ചങ്ങ് വീണപ്പോഴേ ചുണ്ട് ഭയങ്കരമായിട്ട് സ്വെല്ലിങ് ആയിപ്പോയി. പിന്നെ ആളെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് പല്ലിനൊന്നും പറ്റിയില്ല, കാരണം പോയി വന്ന പല്ലാണല്ലോ. പോയി കഴിഞ്ഞാൽ പിന്നെ വരവില്ല. അപ്പൊ അതൊരു ടെൻഷനായിരുന്നു പെൺകൊച്ചല്ലേ. പിന്നെ പല്ലിനൊന്നും പറ്റിയില്ല ദേവാദേയം കൊണ്ട്. ചുണ്ട് ഭയങ്കരമായിട്ട് സ്വെല്ലായിട്ട്. പിന്നെ ഒക്കെ അന്ന് രാത്രിയാണെങ്കിൽ നല്ല പനി. അങ്ങനെ പിന്നെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ടാണ് ശരിയാണ്. ഞാനിപ്പോ അത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ അതാ ആലോചിച്ചത് കൊച്ചിന്റെ കാര്യം. കുഴപ്പമില്ല. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ആളുടെ പല്ല് തന്നെ ആദ്യത്തെ ഫ്രണ്ടിലെ 2 പല്ലും ഒരെണ്ണം ഒരു ദിശയിലും ഒരെണ്ണം വേറൊരു ദിശയിലായിരുന്നു. അത് പിടിച്ചു വീഴുമ്പോ കറക്റ്റ് അലൈൻമെന്റിലോട്ട് വന്നു. മിസ്സേ, അതിന് ഹോസ്പിറ്റലിൽ പോകണ്ടോ? അത് ശരിയായില്ലേ അപ്പൊ അത്? ഹലോ മിസ്സേ, ഞാനിപ്പോ വിളിച്ചായിരുന്നു മിസ്സേ. അപ്പം ഇപ്പൊ പോയ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കുട്ടി വൊമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വന്നിട്ട് അപസ്മാരത്തിന്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഫേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ. വേറെ ഇപ്പൊ അതാണ് പറഞ്ഞത് ഡോക്ടർ പോലും. വീണ്ടും കുഴഞ്ഞോണ്ടിരിക്കുക ബേബി, അതുകൊണ്ട് മാറി മാറി കൊണ്ടുപോവാന്ന് പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞു. കട്ടാക്കി പോന്നു. കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ, പ്രശ്നമൊന്നും. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം ജനറൽ ആക്ടുകൾ അല്ലെ, ജനറൽ ആക്ട് നമ്മൾ പഠിച്ചത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതുപോലെ തന്നെ
മിനിമം വേജസ് ആക്ട് വരെയാണ് നമ്മൾ പറയുന്നത്. മിനിമം വേജസ് പറഞ്ഞു, പ്രൊവിഡന്റ് ഫണ്ടും പറഞ്ഞു അല്ലെ. ഓക്കെ, എംപ്ലോയീസ് PF ആക്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ വർഷങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ട് നോക്കാം. നെക്സ്റ്റ് ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 1965 ബോണസ് ആക്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ബോണസ് കേട്ടിട്ടുണ്ടല്ലോ. ബോണസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒന്നാണ് അല്ലെ ബോണസ്. പ്രത്യേകിച്ച് നമ്മുടെ ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ബോണസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ആക്ട് ആണ് അവിടെ പറയുന്നത്. അതല്ലേ അതിന് ഫസ്റ്റ് എക്സ്ട്രാ ക്യാഷ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. അപ്പോ ഈ ഒരു ആക്ട് എവിടെയാണ് ബാധകമാണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് where the number of employees greater than 40. That it can be applied where the number of employees greater than 40. അതായത് എംപ്ലോയീസിന്റെ എണ്ണം 40 40 കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ബോണസ് ആക്ട് അവിടെ ബാധകമാണ്. ഓക്കെ, it can be applied where the number of employees greater than 40. അതായത് 40 കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ ബാധകമാണ്, ബോണസ് ആക്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നത് നോക്കുക. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഫ്രം ദിസ് ആക്ട്. സ്പെയർഡ് എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നതാണ് കേട്ടോ. അതായത് ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ ഈ പറയുന്ന ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കൊടുക്കുന്ന ബോണസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എക്സ്ട്രാ ക്യാഷ് ആണ് അല്ലെ. നമ്മൾ ഫെസ്റ്റിവൽ സീസണിലും മറ്റുമൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾക്കറിയാം ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അവര് സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. അവരെ സംബന്ധിച്ച് ഒരു പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അവരൊരു സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് അവർക്കൊരു വലിയൊരു വരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഉണ്ടാകാം, എന്തായാലും ഒരു കാര്യം ഓർക്കാം, ലാഭമില്ലാതെ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ഇതൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്താണ് ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇനി എന്തെങ്കിലും അധിക വരുമാനം കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കതിനെ മിച്ചം എന്നാണ് പറയാൻ പറ്റും, സർപ്ലസ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കൂടുതലും എന്താണ് അവർ ഈ പറയുന്ന സേവനങ്ങൾക്കും മറ്റുമായിട്ടാണ് അവരത് വിനിയോഗിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അതിനെ ബോണസ് ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഓൾറെഡി നല്ല വരുമാനമൊക്കെ ഉള്ള സ്ഥാപനമാകുമ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആകുമ്പോൾ ബോണസ് കൊടുക്കാം നമുക്ക്. പക്ഷെ നമുക്ക് ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം തന്നെ ചാരിറ്റിയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയൊരു വരുമാനമോ റവന്യൂ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും അവിടുത്തെ എംപ്ലോയീസിന് നമുക്ക് ബോണസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആണ് സ്പെയർഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ആക്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കഴിച്ചിട്ട് ഷാനിയുടെ വീട്ടില് വേറെ ആരാ ഉള്ളത്? ഷാനിയുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ടോ? നാട്ടിലുണ്ടോ ഹസ്ബൻഡ്? ഇല്ല മിസ്, ഫാദർ മാത്രമേ ഉള്ളൂ, അവളെ ഉപ്പേ ഉള്ളൂ. ബ്രദേഴ്സും ഉണ്ട്. ഇപ്പൊ ബ്രദറും കൂടി കൂട്ടിയിട്ടാന്ന് തോന്നുന്നു പോണത്. ആണോ? ഓക്കെ. ഈ ഒരു കുട്ടിയെ ഉള്ളൂ? ഗൾഫിലാണ്. ഇല്ല, ഒരു പെൺകുട്ടി, മൂത്ത കുട്ടിയുണ്ട്. ആ, അത് ശരി. എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചോളൂ കേട്ടോ. ഷാനിക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് ഈ സമയം കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും വരും, നമുക്ക് ഇപ്പോഴും ടെൻഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും വിളിച്ചോ. ഷാനിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ പോയിട്ട്. ഇപ്പൊ ഫിക്സിന്റെ ഇഷ്യൂസ് ഒക്കെ മിക്ക കുട്ടികൾക്കും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ മോൾക്കും ഉണ്ടായിരുന്നു ഫിക്സിന്റെ ഇഷ്യൂസ്. പനിയുടെ കൂടെ പുള്ളിന് വല്ല പനി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അത് കുറച്ച് നാളെ വരെ നമ്മള് എന്താണ് ഇത് കഴിക്കേണ്ടി വരും, മെഡിസിൻ എടുക്കേണ്ടി വരും. അത് കഴിയുമ്പോ ശരിയാവും. അപ്പൊ എന്തായാലും ഷാനിക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും വിളിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വിളിച്ചപ്പോ തന്നെ പുള്ളി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഉള്ളിൽ ഫീവർ ഉണ്ടോണ്ടായിരിക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആ. കൂളായിട്ട് പോയിട്ടുള്ളത്. ഇപ്പം എന്തായാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയില്. അതുകൊണ്ട് പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികൾ ഉണ്ടാവുന്നത് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോഴേ വല്ലാത്തൊരു ടെൻഷൻ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അവർക്ക് നല്ലൊരു സപ്പോർട്ട് വേണ്ട സമയമാണ്. പിന്നെ ഉപ്പയും ബ്രദേഴ്സും ഒക്കെ ഉണ്ടല്ലോ കുഴപ്പമില്ല, നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, മിക്കൊരു ഫീവർ ആയിരിക്കും, ഫീവർ ഉണ്ടാവും, പുറത്തേക്ക് അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ മിക്ക കുട്ടികൾക്കുണ്ട്, കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് പനിയുടെ കൂടെ തന്നെ വരുന്നത്. പിന്നെ അത് അല്ലാതെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെക്ക് ചെയ്യാനായിട്ട് വന്നത്. ശരി, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. 1972 ഗ്രാറ്റുവിറ്റി ആക്ട് കേട്ടോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ഞാൻ പറഞ്ഞല്ലോ, വർഷം അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചു പോകണം കേട്ടോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, നമുക്കറിയാലോ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മള് ഒരു സ്ഥാപനത്തിലൊക്കെ ഒരുപാട് കാലം നമ്മൾ വർക്ക് ചെയ്ത് പിരിഞ്ഞു പോകുന്ന സമയത്തൊക്കെ നമുക്ക് തരുന്നതാണ് ഇത് ഗ്രാറ്റുവിറ്റി, അല്ലെ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ചിലപ്പോ മരണത്തെ തുടർന്നൊക്കെ ആവാം, ചിലപ്പോ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഗ്രാറ്റുവിറ്റി കൊടുക്കാറുണ്ട്, അല്ലെ? ഇതിന് നമ്മള് ഒരുപാട് കാലങ്ങളോളം വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിന് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഗ്രാറ്റുവിറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. എന്താണ് പറയുന്നത്? ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് at 15 days pay for every completed year of service at the time of his or her superannuation or death. അതായത് എങ്ങനെയാണ് അവിടെ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതെന്ന് അറിയാം എംപ്ലോയീസിന്. അതായത് നമ്മൾ സാധാരണ ഒന്നുകിൽ അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത്, ചിലപ്പോൾ അവര് മരണമൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും. അതായത് ഒരു എംപ്ലോയീസ് അവര് സർവീസ് ചെയ്തതിന്റെ, അവര് പൂർത്തിയാക്കിയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തില് അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ, ജസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കാം. അതായത് ഒരു എംപ്ലോയി അവർ ആ ഒരു സ്ഥാപനത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവിടെ ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. അതായത് ഇപ്പൊ ഒരാള് അയാളൊരു 5 വർഷം ആ ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്. 5 വർഷം അയാള് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇവര് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് 60,000 ആയിരുന്നു വിചാരിക്കാം. 60,000 ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. 60,000 രൂപയായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മള് ഒരു മാസത്തെ അവർക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറി 60,000 ആണ്. ഒരു ദിവസത്തെ വേതന ഏകദേശം എത്ര ഉണ്ടായിരിക്കും? 60,000 by 30. നമ്മളൊരു മാസം 30 ദിവസം 31 ദിവസമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ 60,000 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,000 രൂപ കിട്ടും, അല്ലെ? ഓക്കെ, 2,000 രൂപ കിട്ടും. ഈ 2,000 രൂപ, അല്ലെ, ഈ 2,000 രൂപയോളം നമുക്ക് അതാണ് എന്ത്? ഒരു ദിവസം വേതനം. അത് 15 ദിവസത്തേക്ക് അപ്പൊ എത്രയായിരിക്കും? 30,000 രൂപ. ഓക്കെ, അപ്പൊ അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷമാണ്. പൂർത്തിയാക്കിയത് എത്ര വർഷം? 5 വർഷം. അപ്പൊ 30,000 × 5 ഏകദേശം നമുക്ക് 1,50,000 രൂപയോളം അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കും. പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയാണെന്ന്? അവർ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും, അതായത് അവരുടെ ലാസ്റ്റ് ഡ്രോൺ സാലറി ഒരാളുടെ 60,000 രൂപയാണെന്ന് വിചാരിക്കണം. 5 വർഷം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അപ്പൊ 60,000 രൂപയായിരുന്നു ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഏകദേശം ഒരു ദിവസത്തെ വേതനം കണക്കാക്കുമ്പോൾ 60,000 by 30. അപ്പൊ നമുക്കൊരു 2,000 രൂപയാണ് ഒരു ദിവസത്തെ അവരുടെ വേതനം. അങ്ങനെ 15 ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 15 ദിവസം എന്ന് പറയുമ്പോൾ എത്ര വരും? കണ്ടുപോയല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ 15 ദിവസത്തിൽ 30,000. ഓക്കെ, ആ 30,000 രൂപ 15 ദിവസത്തേക്ക് കണക്കാക്കുമ്പോ 15 ദിവസത്തെ വേതനമാണ് എടുക്കണം. 1,50,000 രൂപയാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട്
ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് ഒരു വർഷം, എത്ര വർഷമായാലും കംപ്ലീറ്റ് ചെയ്തോ ആ ഓരോ വർഷത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഓരോ വർഷത്തിന്റെ 15 ദിവസത്തെ വേതനമാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി എന്താണ് അവിടെ പറയുന്നത്? ഈ ഒരു ആക്ട് അവിടെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് കേട്ടോ? ഇങ്ങനെ എത്ര ജീവനക്കാരുള്ളടത്താണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്? എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, അതായത് 10 or 10 കൂടുതലോ ജീവനക്കാരുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ആക്ട് ബാധകമാണ്. ഇപ്പൊ നമ്മൾ 2-3 ആക്ട് പഠിച്ചപ്പോൾ ഇതുപോലെ നമ്പർ പഠിച്ചപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു 50 or 50 കൂടുതലോ. അതുപോലെ തന്നെ PF ആക്ട് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു 20 or 20 കൂടുതലോ ജീവനക്കാരെന്ന് പറഞ്ഞു. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പറഞ്ഞപ്പോഴും 40 or 40 കൂടുതലോ ജീവനക്കാരെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാറ്റുവിറ്റി ആക്ട് കൊണ്ട് ഈ ഒരു ആക്ട് ബാധകമാകുന്നത് 10 or 10 കൂടുതലോ ജീവനക്കാര് വർക്ക് ചെയ്ത ഏതൊരു സ്ഥാപനത്തിലും ഈ ഒരു പറയുന്ന ഗ്രാറ്റുവിറ്റി ഇവിടെ ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ആ 5 year എന്ന് പറയുന്നത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അതായത് ഒരു 5 വർഷം തുടർച്ചയായിട്ട് സർവീസ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കാനായിട്ട് അർഹതയുള്ളത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഗ്രാറ്റുവിറ്റി എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തുടർച്ചയായിട്ട് ഒരു 5 വർഷമെങ്കിലും അവിടെ സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ വർഷം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, 5 year കേട്ടോ. അപ്പൊ ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഒരു കേസും കൂടെ പറയുന്നത്, എക്സെപ്ഷൻ പറയുന്നുണ്ട്, 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. 5 വർഷം പൂർത്തിയാക്കാൻ പറ്റിയില്ല, ആള് മരണപ്പെടുക എന്ന് വിചാരിക്കും. അപ്പൊ മരണപ്പെടുന്ന കേസിൽ ഈ പറഞ്ഞത് ബാധകമല്ല കേട്ടോ. അവിടെ നമ്മൾ ഒരു വർഷം നോക്കിയാൽ മതി. 5 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 5 വർഷത്തിനേക്കാൾ മുമ്പ് ആള് മരണപ്പെട്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് ബാധകം, മരണത്തിന്റെ കേസിൽ അത് ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് അവർക്ക് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് എന്ത്? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. ഓക്കെ, ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് പ്രധാനമായിട്ട് നമ്മൾ തൊഴിലാളികള്, എംപ്ലോയീസ്, പ്രത്യേകിച്ച് ഈ തൊഴിലാളികൾക്ക് അവർക്ക് കൃത്യസമയത്ത് വേതനം ലഭിക്കുവാനും അതുപോലെ കൃത്യമായിട്ടുള്ള അവർ ചെയ്യുന്ന ജോലിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സാലറി അവർക്ക് ലഭിക്കാനും അത് കൃത്യമായിട്ടുള്ള തുകയായിട്ട് ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഓക്കെ, അതായത് ചില ആളുകൾ പണ്ട് കാലങ്ങളിലൊക്കെ എംപ്ലോയീസ് അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സാലറി കിട്ടില്ലായിരുന്നു. സാലറി കിട്ടുകയാണെങ്കിൽ തന്നെ സമയത്തിന് കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. അതായത് തൊഴിലാളികൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വേതനം നൽകുന്നത്, അത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ തുകയായിട്ട് കൊടുക്കുന്നതിനും കാരണമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. ഈ ആക്ടിൽ പറയുന്നത് എന്താ നോക്കിയേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് അവരുടെ സാലറി, അവരുടെ വേജസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ബേസിക് സാലറി, അവർക്ക് ലഭിക്കുന്ന അലവൻസസ്, പിന്നെ എന്താ പറയാ അവർക്ക് ലഭിക്കുന്ന അവരിൽ നിന്ന് പിടിക്കുന്ന അതായത് ഡിഡക്ഷൻസുകള്, ഓക്കെ, ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു ആക്ട് പ്രകാരം നമ്മളൊരു എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അവരുടെ ബേസിക് സാലറി എത്രയാണ്, കൊടുക്കുന്ന അലവൻസസ്, അവരിൽ നിന്ന് ഡിഡക്ട് ചെയ്ത കാരണം ഇപ്പൊ PF മറ്റൊക്കെ ആയിട്ട് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ഒരു ആക്ട് അനുസരിച്ച് നമ്മൾ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത് കേട്ടോ. അതാണ്
wages must be paid during the first 7 days of the month. First 7 days of the month എന്നുള്ളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമ്മളൊരു മാസത്തിന് ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. Okay, wages must be paid during the first 7 days of the month. ഒരു മാസത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളിൽ നിർബന്ധമായിട്ട് വേതനം എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് പലതവണ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് 7 days, ലാസ്റ്റ് 7 days, ഫസ്റ്റ് 15 days അങ്ങനെയൊക്കെ ഓപ്ഷൻസ് മാറ്റി തരും കേട്ടോ. അപ്പൊ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് വായിക്കൂ കേട്ടോ. എനിക്ക് വരാം. നെക്സ്റ്റ് ഉണ്ടോ? അടുത്തൊരു ആക്ട് നമുക്ക് പഠിക്കാനുള്ളത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. എന്താണ് ESI ആക്ട് എന്ന് പറയും കേട്ടോ. എന്താണ് ESI ആക്ട്? ESI ആശുപത്രികളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ESI ആക്ട് ആണ് 1948, 1947. എന്തൊക്കെയാണ് ഈ ആക്ടിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 4th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്. ആ ചാപ്റ്ററിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണിത്. ഈ ESI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ESI ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമായിട്ട് വന്ന ഒരു ആക്ട് ആണ് എന്ത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ESI എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് as a precaution against sickness, maternity and employment related injury. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ആക്ട് ലക്ഷ്യമിടുന്നത് വ്യാവസായിക തൊഴിലാളികളെയാണ് കേട്ടോ. ഫാക്ടറി എംപ്ലോയീസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് നമ്മൾ വ്യാവസായിക തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വരുന്ന അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പ്രസവം അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകൾ, മുറിവുകള്, അതിനെതിരെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ്? ഫാക്ടറി എംപ്ലോയീസിനെയാണ് കേട്ടോ. ഫാക്ടറി തൊഴിലാളികളില്ലേ, അവരെയാണ് കൂടുതലും. കാരണം ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാം, പരിക്കുകൾ സംഭവിക്കാം. പിന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രസവം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരും. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ട്. ESI ആശുപത്രി നിങ്ങൾ കേട്ടിട്ടില്ല, അതാണ് ESI ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ദിരാശിവന്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ തിരുത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ടു ESI എന്ന് പറയുന്നത് 4% ആണ്. അത് തിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ടെക്സ്റ്റില് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ എന്റെ PDF തെറ്റാണ് കേട്ടോ. എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് എന്നാണ് എന്റെ PDF കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? തിരുത്തിയിട്ടുണ്ടോ? അത് തിരുത്തിയിട്ടുണ്ടോ? ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? സെയിം ആണോ? ഇതുപോലെ തന്നെയാണോ വന്നേക്കുന്നത്? അയ്യോ, അങ്ങനെയാണ് ഇതൊന്ന് തിരുത്തണം കേട്ടോ. ഓക്കെ, ഇവിടെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് എന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്നാക്കി മാറ്റണം കേട്ടോ. ഓക്കെ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്നാക്കി മാറ്റണം. ഓക്കെ, ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ തന്നെ എഴുതി വെക്കണേ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്നാണ്. കോൺട്രിബ്യൂഷൻ വേണോ? കോൺട്രിബ്യൂട്ട് എന്നുള്ളൂ.
എന്താണ് കോൺട്രിബ്യൂഷൻ വേണമെന്ന് കോൺട്രിബ്യൂട്ട് കിടക്കുന്നുള്ളൂ. കോൺട്രിബ്യൂട്ട് എന്നുള്ളത് കേട്ടോ. ടോട്ടൽ അല്ല കോൺട്രിബ്യൂഷൻ, സോറി കോൺട്രിബ്യൂട്ട് അല്ല കോൺട്രിബ്യൂഷൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അതില് അതെന്താ വെച്ചാല് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിൽ പഠിക്കുന്നത് കറക്റ്റ് എന്താണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ, എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് എന്നുള്ളത് ഫുൾ അങ്ങ് വെട്ടിക്കോ, എന്നിട്ട് എഴുതിക്കോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI, ടു ESI എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ, 4% ഓഫ് ദ ടോട്ടൽ വേജ് വേണ്ടി കേട്ടോ, 4% ഓഫ് ദ ടോട്ടൽ വേജ് വേണ്ടി അങ്ങനെയൊക്കെ മാറ്റാം. അതായത് നമ്മള് PF കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ PF എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ തൊഴിലുടമയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് PF-ലോട്ട്, തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവിടെ ഈക്വൽ എമൗണ്ട് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ESI അതുപോലെ തന്നെയാണ്. ESI ഇതുപോലെ തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തൊഴിലുടമയും തൊഴിലാളികളും ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സെയിം റേറ്റിലല്ല, വ്യത്യാസമുണ്ട്. അതായത് ശരിക്കും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3.25% ആണ് കേട്ടോ. ഇനി ജസ്റ്റ് പറഞ്ഞത് മാത്രമേ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ അറിഞ്ഞിരിക്കാം 3.25% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.75% ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4% കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താ ശരിക്കും ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നതാണ് 4% എന്ന് പറയുന്നത്. ശരിക്കും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3.25%. ഓക്കെ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് ജീവനക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.75 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4% കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ടു ESI എന്നുള്ള 4% കേട്ടോ. പിന്നൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക, എല്ലാ ആളുകൾക്കും ESI ആനുകൂല്യം കിട്ടില്ല കേട്ടോ. ഫാക്ടറി വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും എന്ത് കിട്ടണമെന്നില്ല, ESI കിട്ടണമെന്നില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു സാലറി ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് 21,000 രൂപയുണ്ട് കേട്ടോ. 21,000 അതായത് ഒരു മാസ വേതനം 21,000 അതിൽ എന്താണ് കുറവുള്ള ആളുകൾക്ക് മാത്രമാണ് ESI-യുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ കേട്ടോ. 21,000 രൂപയിൽ കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക്, ഫാക്ടറി തൊഴിലാളി ആണെങ്കിൽ അവർക്ക് ESI കിട്ടില്ല. അപ്പൊ അവിടെ ഒരു പരിധി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരിടയ്ക്ക് ഇത് 15,000 രൂപയായിരുന്നു. 15,000 രൂപ അതിലും 15,000 രൂപ അതിന് താഴെയുള്ളവർക്ക് മാത്രമേ ESI കിട്ടൂ. അപ്പൊ അതിന്റെ പരിധി കൂട്ടി 21,000 ആക്കിയിട്ടുണ്ട്. അപ്പൊ മാസവേതനം 21,000 രൂപയോ അതിൽ എന്താണ് കൂടുതലോ വരുമാനം എന്താണ് ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അതിൽ കുറവുള്ളവർക്ക് മാത്രമാണ് ESI ആനുകൂല്യം ലഭിക്കുക. എന്താണ് ഹസ്ബൻഡിന് 29,000 ബട്ട് ESI ഉണ്ടെന്ന് ആണോ? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് 21,000 ആണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തായാലും അത് മനസ്സിലാക്കി വരിക. അതിനൊരു പരിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ, എല്ലാവർക്കും കിട്ടില്ല. ഇനി അടുത്തത് എന്താണ്, ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. ഇനി മറ്റൊരു എക്സെപ്ഷൻ കേസ് എന്താ പറയുന്നത്, ഇപ്പൊ ആശുപത്രി ഹോസ്പിറ്റലിൽ തന്നെ സൗജന്യമായിട്ട് എംപ്ലോയീസിനും അവരുടെ ആശ്രിതർക്കും സൗജന്യമായിട്ട് സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ചികിത്സ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ESI-യുടെ ആനുകൂല്യം ലഭിക്കില്ല കേട്ടോ. അങ്ങനൊരു ഇതുണ്ട്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് സൗജന്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ചികിത്സ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടില്ല, ESI-യുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കില്ല. ഓക്കെ, ക്ലിയർ. ഇപ്പൊ ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ ചെലവുകളും കൂടെ അവർക്ക് കിട്ടും. അതിന്റെ സൗജന്യമായിട്ടുള്ള ആ ഒരു എന്താ പറയാ മെഡിക്കൽ ഇതൊക്കെ കിട്ടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പിന്നീട് ESI അവർക്ക് കിട്ടില്ല. ESI എന്ന് പറയുന്നത് ശരിക്കും ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സുരക്ഷ, ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ശരിക്കും ESI എന്ന് പറയുന്നത്. അപ്പൊ ആശുപത്രി സൗജന്യമായിട്ട് സേവനങ്ങൾ കൊടുക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പിന്നീട് ESI അവിടെ ബാധകമായിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തു വയ്ക്കാം. പിന്നെ അടുത്തത് എന്താണ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. അതായത് ESI ആക്ട് എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? കാര്യം നമ്മൾ കൂടുതൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ട് അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ ESI ആനുകൂല്യങ്ങൾ
എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളത് മെഡിക്കൽ പ്രൊവൈഡേഴ്സിന്റെ ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ? ESI ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാം. അതായത് ഒരു രോഗിക്ക് അവർക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ESI ആനുകൂല്യങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എന്താണ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ആ ഒരു അർത്ഥത്തിലാണ് ESI എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും പറഞ്ഞതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, PSI ആക്ട് വർഷം ഏതാണ്? 1948 ആണ് കേട്ടോ. ഇത് മെഷർ ഓഫ് ദി സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഒരു സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു സ്കീമാണ്. അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങള്, പരിക്കുകള്, അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവം, അതിനൊക്കെയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ്. ഈ ഒരു ആക്ട് പ്രകാരം ESIയിലേക്കുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4% കേട്ടോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ടോട്ടൽ എത്ര കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ESIയിലേക്ക്? 4% ESIയിലോട്ട് കോൺട്രിബ്യൂഷൻ വരുന്നത് കേട്ടോ. അതുപോലെ ആശുപത്രികളിൽ സൗജന്യ സേവനങ്ങൾ കൊടുക്കുന്ന ജീവനക്കാരാണെങ്കിൽ അവർക്ക് പിന്നെ ESI കിട്ടില്ല കേട്ടോ. അവർക്ക് ESI ആനുകൂല്യം കിട്ടില്ല. കാരണം ഓൾറെഡി ഹോസ്പിറ്റൽ അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, സൗജന്യമായിട്ട് സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ESI ആരംഭമല്ല. പിന്നെ ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം ESI ആനുകൂല്യങ്ങളുള്ള ജീവനക്കാർക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളത് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ESI ആക്ടിന് നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ വിശേഷിപ്പിക്കുന്നത്. ക്ലിയറല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ പറയൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഓക്കെ, എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കി. ഇറ്റ് ലേസ് ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ. അതായത് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് എല്ലാം തന്നെ സ്ഥാപിക്കുന്നതിന് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണിത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഈ ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമായിട്ടുള്ളത് കേട്ടോ. അപ്പോ എന്താണ് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സുമായിട്ട്, അതായത് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെരുമാറ്റ ചട്ടങ്ങൾ അത് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് അടുത്തൊരു പോയിന്റ് എന്താണ്? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹാവ് the same function in their respective states. കേട്ടോ. അപ്പോ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഓരോ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ, നമുക്കറിയാം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമായി. അതുപോലെ നമ്മുടെ ഓരോ സംസ്ഥാനത്തും രൂപീകൃതമായിട്ടുള്ള അതത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്ക് സമാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അവർക്കുള്ളത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ആ ഒരു ആക്ട്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തും ഈ ഒരു ആക്ട് അനുസരിച്ച് അതത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട്? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. അതിന് ഈ ആക്ട് അനുസരിച്ച് അതേ സമാനമായിട്ടുള്ള അതേ റെസ്പോൺസിബിലിറ്റി ഓരോ സ്റ്റേറ്റിനകത്തുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ. കേരളത്തിന്റെ ആണെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആകും നമ്മുടെ കേരളത്തിനകത്തുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ നമ്മുടെ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ എന്ത് ചെയ്യുക?
രൂപീകരിക്കുക. അതുപോലെ തമിഴ്നാടിന്റെ തമിഴ്നാട്, ഓരോരോ സംസ്ഥാനങ്ങൾക്കും എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഓരോ സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾക്ക് സമാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. IMC എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. സോ റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഹോസ്പിറ്റലുകളാണ്, മെഡിക്കൽ കോളേജുകളല്ലോ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് കേട്ടോ. മെഡിക്കൽ കോളേജ് പോലെയുള്ള അത്തരം ഹോസ്പിറ്റലുകളുടെ അംഗീകാരം അതുപോലെ അതിനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ്. ഓക്കെ, ക്ലിയർ ആയി വെച്ചാൽ ഓക്കെ ആണോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് കേട്ടോ, 1933. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, എളുപ്പമാണ് അല്ലെ? It formulated the educational standards and requirements for registration of nurses. അതായത് നമ്മുടെ നഴ്സസിന്റെ സേവനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളെല്ലാം തന്നെ രൂപീകരിക്കുന്നതിന്, അതുപോലെ നഴ്സസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങളുകളും അതുപോലെ അവരുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡുകളും രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സുകൾ രൂപീകരിക്കുക, അതുപോലെ നഴ്സസിന്റെ രജിസ്ട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റിക്വയർമെന്റ്സുകളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വന്നൊരു ആക്ടാണ് 1947. എല്ലാ ആക്ടും വരുന്നതിന് ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഓക്കെ, അടുത്തതാണ് ഫാർമസി ആക്ട് 1948 കേട്ടോ, 1947 ഫാർമസി ആക്ട്. ഫാർമസി ആക്ട് എന്തിനായിരിക്കും? ഇറ്റ് ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഫാർമസികള്, ഡ്രഗ് സ്റ്റോറുകള്, ഫാർമസിസ്റ്റുകളുടെ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടാണ് ഫാർമസി ആക്ട് 1948 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് അനുസരിച്ച് എന്താണ്? എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് അവർക്ക് ഡ്രഗ്സ് വിതരണം ചെയ്യണമെന്നിരിക്കട്ടെ, ഒരു ഡ്രഗ്സ് അവർക്ക് സെല് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം? ഡ്രഗ് ലൈസൻസ് ഉണ്ടാവണം. അറിയാലോ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസിയില് അവർക്ക് മരുന്ന് പുറത്തേക്ക് കൊടുക്കണേ. മരുന്ന് പുറത്തേക്ക് കൊടുക്കാന്ന് വെച്ചാൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് അല്ല, ഔട്ട് പേഷ്യൻസ് ഇല്ല. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് പിന്നെ അവിടെ തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത്. പക്ഷെ അല്ലാണ്ട് ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരില്ലേ? അങ്ങനെ, അതായത് പ്രത്യേകിച്ച് അക്രോസ് ദ കൗണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വരുന്ന ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കണമെങ്കിൽ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ മരുന്നുകൾ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോ മെഡിക്കൽ സ്റ്റോറുകൾക്കാണ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡ്രഗ് ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മരുന്നുകള് സെല് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. ഇതൊക്കെ അനുശാസിക്കുന്ന നിയമം ഏതാണ്? ഫാർമസി ആക്ട് 1948 ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അറിയാലോ, നമ്മുടെ രാജ്യത്ത് ജനനമാണെങ്കിലും മരണമാണെങ്കിലും വിവാഹമാണെങ്കിലും എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ഒരു ആക്ട് ആണ്. അതിന്റെ വർഷം നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. എന്താണ്? formulate the responsibilities of hospitals concerning informing birth and death in hospitals. അതായത് പ്രത്യേകിച്ച് ജനനം, മരണം എന്നിവയൊക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. ഇതാണ് formulate the responsibilities of hospitals concerning informing birth and death in hospital. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ജനനം,
മരണം എന്നിവയൊക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് പറയുന്നത് ഒരു ആക്ട് ആണ് ഈ ഒരു ആക്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം, വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ള നിർബന്ധമാണ്. എന്നാൽ അതിന് നിയമ സാധ്യത ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിയേ, they should be notified immediately to the local municipal authority and the registrar's officer. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രാദേശിക മുനിസിപ്പൽ അധികാരി അല്ലെ, രജിസ്ട്രാർ ഓഫീസർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചത് ജനറൽ ആയിട്ടുള്ള ആക്ടുകളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്നിട്ട് പറയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഹോസ്പിറ്റൽ എന്നത് ഇൻഡസ്ട്രി എന്ന ഒരു ടേമിന്റെ കീഴിലാണ് വരുന്നത്. 50 or 50 കൂടുതലോ ജീവനക്കാർക്കെടുത്ത് ഈ ഒരു ആക്ട് ബാധകമാണ്. ഈ ആക്ടിന്റെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, വ്യാവസായിക തർക്കങ്ങളുടെ പരിഹാരമാണ്. ഓക്കെ, മിനിമം വേജസ് ആക്ട് 1948 ആണ്. അതായത് എംപ്ലോയീസിന് ഒരു മിനിമം വേതനം കൊടുക്കണം എന്നൊരു എന്താ പറയാ കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു അത്. PF ആക്ട് 1952. അതുപോലെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. അതിൽ എങ്ങനെയുള്ള ആശുപത്രികളെയാണ് നമ്മൾ ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എടുത്തു ചോദിക്കാം കേട്ടോ. ബോണസ് ആക്ടിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ്? ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ബോണസ് ആക്ടിൽ ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് ഓർക്കാട്ട്. എന്നാൽ ഈ ഗ്രാറ്റുവിറ്റി ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ പറഞ്ഞത് നിനക്ക് കൺഫ്യൂസ്ഡ് ആയോ നിങ്ങൾക്ക്? അതായത് ഒരു എംപ്ലോയി അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെന്നൊരു സംശയം എനിക്ക് തോന്നി. ഓക്കെ, ദെൻ പിന്നെ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്യണം ഗ്രാറ്റുവിറ്റി ലഭിക്കണമെങ്കിൽ? 5 വർഷമെങ്കിലും തുടർച്ചയായിട്ട് സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അർഹത ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിന് മുമ്പ് ആള് മരണപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അവിടെ ബാധകമായിരിക്കില്ല. അപ്പൊ നമ്മൾ 1 വർഷം നോക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഓക്കെ, എംപ്ലോയീസ് CSI ആക്ട് 1948. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഫാർമസി ആക്ട് 1948. Then birth and death and marriage registration act. These are the general act. ഇവിടെ എന്താ പഠിക്കേണ്ടത് നിങ്ങള്? ഈ ആക്ടിന്റെ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയോ? ജനറൽ ആക്ട് 10 എണ്ണമാണ് നമുക്ക് കേട്ടോ. 10 എണ്ണം ഒക്കെയാണ് നമുക്ക്. അപ്പൊ ഞാന് ഇത് പഠിക്കാനായിട്ട് ഞാൻ പൊതുവെ ഓരോ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ, ഓർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ചെറിയൊരു കണക്ഷൻ ഇട്ട് തരാം കേട്ടോ. അത് പഠിച്ചു പോവാൻ വേണ്ടി അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ല സ്മാർട്ടാണ്, നിങ്ങളുടെ കയ്യിൽ നല്ല കോഡുകളും വരും. ഷാനിനെ ഞാൻ അപ്പൊ അത് ആലോചിച്ചു, ഷാനി കോഡ് ഉണ്ടാക്കാൻ നല്ല കൃത്യമാണല്ലോ. ഓക്കെ, നിങ്ങൾ നല്ല സ്മാർട്ടാണ്, നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അത് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചെടുക്കാന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളത്. ഇപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പൊതുവെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, അതൊന്നുമില്ല. എനിക്ക് പഠിക്കണം നിങ്ങൾ അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് എടുത്തോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 10 ആക്ടുകൾ പഠിച്ചെല്ലാം, 10 ജനറൽ ആക്ടുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഞാനത് ഏറ്റവും നമ്മൾ പഠിച്ച ആക്ടുകൾ മാത്രം കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ വർഷം തൊട്ട് ലേറ്റസ്റ്റ് വർഷം വരെ ഞാനൊരു ഓർഡറിൽ ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ. ഒന്ന്, ആദ്യം നമ്മൾ പഠിച്ചത് ആദ്യം ഈ 10 എണ്ണത്തില് ഏറ്റവും തുടക്കം പഠിച്ച വർഷം ഏതായിരുന്നു? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. അതാണ് നമ്മൾ പഠിച്ചതില് 10 എണ്ണത്തിൽ ഏറ്റവും പഴയ വർഷമായിട്ട് വരുന്നതാണ് കേട്ടോ. അതെ, IMC. അതെ. അപ്പൊ 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അത് കഴിഞ്ഞ് 1936 നമ്മൾ പഠിച്ചത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, 1947 1947 നമ്മൾ മറക്കൂലല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമല്ലേ, അപ്പൊ നമ്മൾ മറക്കില്ല എന്തായാലും. ആ 1947 2 കാര്യങ്ങൾ, 2 ആക്ടുകളാണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ആ ഒരു വർഷമാണ് കേട്ടോ.
ദെൻ 1948 3 ആക്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഫാർമസി ആക്ട്, മറ്റൊന്ന് മിനിമം വേജസ് ആക്ട്, പിന്നെ എംപ്ലോയീസ് എന്താണ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ESI ആക്ട് കേട്ടോ. പിന്നെ 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, 65 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, 72 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇത്രയാണ് നമ്മൾ പഠിച്ച ആക്ട്. ഞാൻ ഒരു ചെറിയൊരു കണക്ഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതി എടുത്തോ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഒരു ചെറിയൊരു കണക്ഷൻ ഇട്ട് തരാം. അതായത് ഒരു കഥ പോലെ ഓർക്കാനായിട്ട് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ചത് 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലേ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കാം, അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്തിനാ വന്നതെന്ന് നമുക്കറിയാം അല്ലെ. മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ കൺട്രോൾ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ രൂപീകരിച്ചു. നമ്മൾ ചുമ്മാ വിചാരിക്കാം അന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ വലിയൊരു ബ്ലണ്ടറാണ് പറയുന്നത്, പക്ഷെ അത് നോക്കണ്ട. അതായത് മെഡിസിൻ 1933 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചാൽ അപ്പോഴൊന്നും അല്ല, അതിന് ഒത്തിരി മുമ്പേ ഉണ്ടെന്ന് നമുക്കറിയാം, എങ്കിലും വെറുതെ സങ്കല്പിക്കാം. 1933 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ മെഡിസിൻ കിട്ടാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ, മെഡിക്കൽ കൗൺസിൽ ആക്ട് അന്ന് തുടങ്ങി, മെഡിസിൻ തുടങ്ങിയത് വിചാരിക്കും. പക്ഷെ അന്ന് നമുക്ക് ചേരാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. നമുക്ക് അന്ന് എന്തുണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് നമുക്ക് ചേരാനും പറ്റിയത്. പക്ഷെ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ, അതായത് 1936 കേട്ടോ, 36 നമുക്ക് ആ മെഡിസിന് ചേരാനുള്ള എമൗണ്ട് സെറ്റ് ആയി, പേയ്മെന്റ് റെഡി ആയി എന്ന് വിചാരിക്കാം. അപ്പൊ പേയ്മെന്റ് റെഡി ആയി വിചാരിക്കാം. അപ്പൊ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, വെറുതെ ഒന്ന് ചിന്തിക്കാം. 1933 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്ത് ചെയ്തു, പൈസയൊക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോ 1936 കഴിഞ്ഞപ്പോ 36 ആയപ്പോ നമുക്ക് ആ മെഡിസിന് ചേരാനുള്ള പേയ്മെന്റ് നമ്മുടെ സെറ്റ് ആയി എന്ന് വിചാരിക്കാം. ആ പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഓക്കെ, അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കറിയാം 1947 നമ്മൾ ഒരിക്കലും മറക്കില്ല. ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷമാണ്. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ വളരെ സംഘർഷമായിരുന്നു നമ്മുടെ രാജ്യത്ത്. അതിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആകെ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോ എല്ലാവരും തമ്മിൽ സംഘർഷങ്ങളും പിന്നെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണല്ലോ സെറ്റ് ആയത്. ഓക്കെ, അപ്പൊ അന്ന് നഴ്സസിന്റെ ഇടയിലും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെറുതെ ചിന്തിക്കാം. അവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് നഴ്സസിന്റെ ഇടയിലും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം. അപ്പൊ നഴ്സസിന്റെ ഇടയിൽ സംഘർഷം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നഴ്സസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടേ പഠിച്ചിട്ടുള്ളൂ. അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അവർക്കെതിരെ സംഘർഷം ഉണ്ടായി, തർക്കം, ഡിസ്പ്യൂട്ട്, സംഘർഷം അല്ലെ. ഡിസ്പ്യൂട്ട് കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആര് ഓടി വരണം? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. അപ്പൊ അന്ന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഭയങ്കര സംഘർഷമായിരുന്നു. അന്ന് നഴ്സിന്റെ ഇടയിൽ എന്തൊക്കെയോ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അത്രയും സെറ്റ് ആക്കി വെക്കാം. പിന്നെ നിങ്ങൾ ചിന്തിക്കാം, നമ്മളൊരു സംഘർഷം ഉണ്ടാവുക, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന വെറുതെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡിസ്പ്യൂട്ട് നടത്തുന്നുണ്ടാവുക അല്ലെ. വെറുതെ ആൾക്കാർ തമ്മിൽ തർക്കിക്കില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തോ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നഴ്സസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായത്. അപ്പൊ ആ തർക്കങ്ങൾ അവര് എന്ത് വിഷയത്തിനെ ചൊല്ലിയാണ് അവര് തർക്കം ഉണ്ടായത്, അതിനൊരു പരിഹാരം എന്നോണം അന്ന് അതേ വർഷം പരിഹാരം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പിറ്റത്തെ വർഷം നമുക്ക് അതിനൊരു ചെറിയ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പൊ പിറ്റത്തെ വർഷം എന്ന് പറയുമ്പോൾ 1948 ആണെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ 1948 നമ്മൾ 3 കാര്യങ്ങള് ഇവര് തർക്കിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന അതിനൊരു പരിഹാരം എന്നോണം 3 കാര്യങ്ങൾക്ക് അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാണ്. ഏത് അന്നത്തെ വർഷമല്ല, പിറ്റത്തെ വർഷം 1948 എന്താണെന്ന് ഫാർമസി ആക്ട്. വെറുതെ ചുമ്മാ സങ്കല്പിക്കാം, നഴ്സസിന് ഫ്രീ ആയിട്ട് കുറച്ച് മരുന്നുകൾ കൊടുക്കാന്നുള്ള ആ ഒരു ആനുകൂല്യം നമ്മൾ കൊടുത്തു. മരുന്ന് എന്ന് പറയുമ്പോൾ ഫാർമസി പോട്ടെ, അവർക്കൊരു ഇൻഷുറൻസും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഇനി അതല്ല, അവർക്കൊരു മിനിമം വേതനവും ഞങ്ങൾ കൊടുക്കാം, നിങ്ങൾ തർക്കിക്കേണ്ട, അങ്ങനെ ഒരു ആനുകൂല്യം നമ്മൾ കൊടുത്തു വെച്ചിരിക്കും. അപ്പൊ എന്താണ് മിനിമം വേജസ് ആക്ട് കേട്ടോ. അതാണ് മിനിമം. 3 കാര്യങ്ങൾ കിട്ടിയില്ലേ? ഫാർമസി ആക്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മരുന്നൊക്കെ തന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസും തന്നെ അതിന്റെ കൂടെ. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1940 പോലത്തിന് ഒരു മിനിമം വേതനവും നിങ്ങൾക്ക് ഞങ്ങൾ തരാം.
എന്നുള്ള രീതിയിൽ മിനിമം വേജസ് ആക്ട് 1948 വെറുതെ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പൊ അത്രയൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആർക്കാം 1952 PF ആക്ട്. സാധാരണ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നമ്മൾ പറയില്ലേ, ഈ എന്താണ് പെൺകുട്ടികളുടെയൊക്കെ കല്യാണമൊക്കെ സമയത്ത് അച്ഛന്മാരൊക്കെ നിങ്ങൾക്ക് ജോലിയുള്ള PF ഒക്കെ എടുത്ത് ഉപയോഗിക്കും. വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അല്ലെ PF ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം അല്ലെ. അച്ഛൻ്റെ ഇപ്പൊ 52 വയസ്സെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ അച്ഛൻ്റെ കാര്യം ആലോചിക്കായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് 1952 എന്താണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് കേട്ടോ. ഓക്കെ, 65 ഒരു ബോണസ് കിട്ടിയെന്ന് വിചാരിക്കാം. 52 PF എടുത്തു, 65 ഒരു ബോണസ് കിട്ടി, 72 എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയമായി. അന്ന് നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടി അല്ലെ. ഗ്രാറ്റുവിറ്റി നമ്മൾ എപ്പോഴും കൊടുക്കുക, ഒരുപാട് നാളെ വർക്ക് ചെയ്ത് പിരിഞ്ഞു പോകുമ്പോഴല്ലേ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുക. ഒരു 72 അല്ലെ. ഓക്കെ, അപ്പൊ 1972 ഗ്രാറ്റുവിറ്റി ആയിട്ട് അതൊന്നും അങ്ങനെ സങ്കല്പിക്കാം. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ അതിന് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കുറെ കോഡും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം അത് ചൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ പറയുന്നത് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. പഠിച്ചത് ഇത്രയും ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ പറയാൻ കാരണമുണ്ട്, ഇതിന്റെ കാറ്റുകളുടെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ചോദിക്കാറുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് തെറ്റി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിച്ചു വരിക കേട്ടോ. ഓക്കെ, പിന്നെ ഷാനിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഷാനിന്റെ ഇടയ്ക്ക് വിളിക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലേ അത് പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കാം, കൊച്ചിനെ കുഴപ്പമൊന്നുമില്ലാതിരിക്കും കേട്ടോ. അതുപോലെ പ്രസീതയുടെ കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. പ്രസീത എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. താങ്ക് യു. Thank you, ma'am.